പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട നോമ്പാണ് മുഹറം മാസത്തിലെ ആശൂറ നോമ്പും താസൂഅ നോമ്പും. അതെന്തിനാണ് മുസ്ലിം സമൂഹം എടുക്കുന്നത് എന്ന ചരിത്രം മദീന നിവാസികൾക്കിടയിലുള്ള ചില യഹൂദരായ ആളുകൾ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നതായും ചില ആഘോഷങ്ങൾ നടത്തുന്നതായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ സാധിച്ചു. ആ ആഘോഷങ്ങളും നോമ്പനുഷ്ഠാനവും കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? അവര് തിരിച്ചു പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകനായ മോശെ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയിൽ നിന്നും ഫിർഔനിൽ നിന്നും ചെങ്കടല് പടർന്ന് റബ്ബിനാൽ രക്ഷപ്പെട്ട ദിവസമാണ് മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ബനൂ ഇസ്രായേലിൽപ്പെട്ട ആ കാലഘട്ടത്തിലുള്ള യഹൂദനും മൂസാ നബി അടക്കം മുഹറം 10 നോമ്പനുഷ്ഠിച്ചിരുന്നു. ആ ദിവസം വലിയ ആഘോഷമാക്കിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളും ആ നോമ്പ് നോൽക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഹൂദരായ ആളുകൾ തിരിച്ചു മറുപടി പറഞ്ഞു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, എങ്കിൽ നിങ്ങളെക്കാൾ ആ മൂസയോട് ചേർന്ന് നിൽക്കുന്നവൻ ഞാനാണ്. നിങ്ങളെക്കാൾ അതാഘോഷിക്കാനും അതോർക്കാനും എനിക്കാണ് അർഹതയെങ്കിൽ തീർച്ചയായും അടുത്ത വർഷം മുതൽ അതല്ലെങ്കിൽ ഞാൻ ആ ദിവസം നോമ്പനുഷ്ഠിക്കും. നോമ്പനുഷ്ഠിച്ച ആ വർഷം മുസ്ലിമീങ്ങൾക്കും നോമ്പ്, യഹൂദരായ ആളുകൾക്കും അവരുടേതായ നോമ്പ് ആഘോഷം. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ല അസൂമന്ന താസൂഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ യഹൂദരും നമ്മളും ഒരുപോലെ എന്ന് തോന്നാൻ പാടില്ല. ഞാൻ ആ മുഹറം മാസത്തിലെ 9ാമത്തെ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കും. ആ ഒരു നോമ്പ് കൂട്ടിച്ചേർത്ത് പറഞ്ഞത് യഹൂദരുമായിട്ടുള്ളൊരു വ്യത്യാസത്തിന് വേണ്ടിയാണ്. ആ 2 നോമ്പുകളാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആ നോമ്പുകൾ. ആ നോമ്പിന്റെ പ്രതിഫലത്തെ പറ്റി വിശദീകരിക്കപ്പെട്ടു. യുകഫിറു സനത്തൽ മാളിയ, കഴിഞ്ഞൊരു വർഷക്കാലത്തോളം ഒരടിമ ചെയ്ത പാപങ്ങളെല്ലാം ആ നോമ്പ് കൊണ്ട് അല്ലാഹു തആല പുറത്തു കൊടുക്കും. ആ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പിനെ കൃത്യമായി ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക.